ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പഴം കൊണ്ടുള്ള ഒരു അട തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതുണ്ടാക്കാനായി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓണാക്കി അടച്ചു വെച്ച് ആവിയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പഴം നല്ലതുപോലെ പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുമേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ കയ്യിൽ കൊണ്ടാണ് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ പഴമെല്ലാം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിപ്പൊടിയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പും ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കയ്യിൽ കൊണ്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. മാവ് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി ഫില്ലിങ്ങിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്കൊരു 3 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റായി വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം കുറച്ച് ഏലക്കായും ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ചുക്കുപൊടി ഉണ്ടെങ്കിൽ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടയ്ക്കുള്ള ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവും അതിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ്ങും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു വാട്ടിയെടുത്ത വാഴയിലയിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ടും പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെയും തേങ്ങയുടെയും കൂട്ടില്ലേ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇലയൊന്ന് മടക്കി കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ മടക്കി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അട പരത്തുന്ന സമയത്ത് തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അട ഓരോന്നായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. നമ്മുടെ അട വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം.